ഇനി നമുക്ക് വടക്കൻ കേരളത്തിൻ്റെ വിശേഷങ്ങൾ ഒന്നറിയണം. ഇങ്ങ് തെക്കൻ കേരളം പോലെയല്ല. വടക്കൻ കേരളത്തിൽ ഓണത്തിന് ചിക്കനും നല്ല മീനും ഒക്കെ കൂട്ടിയാണ് സദ്യ കഴിക്കുന്നത്. ഇങ്ങ് ഞങ്ങളുടെ തെക്ക് അത്തരം കാര്യങ്ങളില്ല. വെജിറ്റേറിയൻ ഊണാണ്. ചേതൻ ചേരുകയാണ്. ചേതൻ, എങ്ങനെയാണ് വടക്കൻ കേരളത്തിലെ ഓണം? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷമി, ആദ്യം തന്നെ ഓണാശംസകൾ അറിയിക്കുകയാണ്. നമ്മൾ നേരത്തെ നിന്നത് കോഴിക്കോട് മിഠായി തെരുവിലെ തിരക്കാണെങ്കിലും കുറച്ചും കൂടി ആ തിരക്കിൽ നിന്ന് വിട്ടുമാറിയ ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് തളി മഹാദേവ ക്ഷേത്രത്തിൻ്റെ സമീപമാണ്. അതിനു മുമ്പ് ഈ ഓണത്തിൻ്റെ തിരക്കിലേക്കെല്ലാം വരാം. അതിനു മുമ്പായി ഷമി ഒരു പ്രേക്ഷകർക്കായി ഒരു ദൃശ്യം കാണിക്കാം. തളി മഹാക്ഷേത്രത്തിലെ കുളമാണിത്. ഈ പിൽഗ്രിം ടൂറിസത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്താണ് ഈ കുളം നവീകരിക്കുന്നത്. അതിൻ്റെ മനോഹരമായ ദൃശ്യമാണ്. ഇപ്പോഴും അത് നല്ല വൃത്തിയായി ശുചിത്വത്തോട് കാത്തു സൂക്ഷിക്കുന്ന കാഴ്ച, മനോഹരമായ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി പതുക്കെ നമുക്ക് ഓണവിശേഷങ്ങളിലേക്കൊക്കെ വന്നാൽ ഈ ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള പൂവിൻ്റെ കച്ചവടമൊക്കെ തകർന്നാടുകയാണ്. അത്രയധികം നിമിഷ നേരം കൊണ്ടാണ് പൂക്കളൊക്കെ വിറ്റു തീരുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഉത്രാടപ്പാച്ചിലിൻ്റെ അവസാന നിമിഷമാണ്. നമ്മൾ കുറച്ച് മുമ്പേ ഒരു 10-15 മിനിറ്റ് ഷമ്മി ഇങ്ങോട്ടേക്ക് വന്നിട്ട് അപ്പോഴുള്ള പൂവിനെക്കാട്ടും പകുതിയോളമായി കുറഞ്ഞു. കാരണം അത്രയും ജനപ്രവാഹമാണ്. ആൾക്കാരൊക്കെ ഇങ്ങോട്ടേക്ക് ഇടവേളകളില്ലാതെ ഇങ്ങോട്ടേക്ക് വരുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ട് ഇരിക്കാൻ സാധിക്കുന്നത്. ചേച്ചി, എങ്ങനെ ഓണം? എങ്ങനെ ഓണം ഉഷാറാ. സാധനങ്ങളൊക്കെ വാങ്ങിയോ? തീർത്തോണ്ടിരിക്കാം, പൂ വാങ്ങിച്ചോണ്ടിരിക്കാം. വിലയുണ്ടോ? അങ്ങനെ വിലയുണ്ട്. ഉഷാർ. എല്ലാ ഒരുക്കങ്ങളും, ഡ്രസ്സൊക്കെ വാങ്ങിയ ഒരുക്കങ്ങളൊക്കെ എല്ലാം വാങ്ങി. ഇനി പൂവും സദ്യയും. അതാണ് അതിൻ്റെ എല്ലാവരും ആ മുഖത്ത് ആ സന്തോഷം കാണാം. ചേട്ടാ, ഈ പൂവിന് എങ്ങനെയുണ്ട് കച്ചവടം? കച്ചവടം കുഴപ്പമില്ല. മഴ പെയ്യായിരുന്നാ മതി. സാധനങ്ങൾ എല്ലാവരും മഴയാണ്. മഴ ഇപ്പൊ പെയ്യിച്ചിട്ട് നിൽക്കണേ. വില എങ്ങനെയാ? വിലയൊക്കെ സാധാരണക്കാളും കൂടുതലാണ്. പക്ഷെ അന്തരീക്ഷം നമ്മളെ സഹായിക്കുന്നില്ല. എങ്ങനെ വില കൂടാൻ കാരണം? വില കൂടാൻ കാരണം ഓണ സമയത്ത് പൊതുവെ വില കൂടും. അത് ഈ തമിഴ്നാട് കർഷകരൊക്കെ ഈ ഓണം പ്രതീക്ഷിച്ചിട്ടാണല്ലോ ഇരിക്കുന്നത്. ഈ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞാൽ കുറയും. അപ്പോൾ ഒരു മിനിറ്റ്. അതാണ് അതിൻ്റെ ഒരു തിരക്കിലേക്കൊക്കെയാണ് ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വിവിധ ഇനം പൂക്കൾ ഇവിടെ കാണുന്നുണ്ട്. അതെ, വിവിധ ഇനം പുഷ്പങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ളൊരു ആവേശം തന്നെയാണ് ഇവിടെ ഉള്ളത്. നിരവധി പേരാണ് ഇത്തരം ഓണാഘോഷത്തിൻ്റെ ഭാഗമായി മറ്റ് ക്ഷേത്രങ്ങളിലേക്കൊക്കെ വരുന്നത്. അല്പസമയം മുമ്പ് ഇവിടെ നല്ല രീതിയിലുള്ള തിരക്കായിരുന്നു. അടുക്കാൻ പറ്റാത്തത്ര ജനപ്രവാഹമായിരുന്നു. എന്നാൽ കാലാവസ്ഥ പ്രതികൂലമായതും ഒപ്പം സാധനങ്ങൾ വാങ്ങേണ്ട ആൾക്കാരുടെ എണ്ണം അത് കുറഞ്ഞു വരുന്നതാലും തിരക്കിന് ലേശം ഒരു ശമനം ഉണ്ട്. എങ്കിൽ കൂടി ആൾക്കാർ ഇങ്ങോട്ടേക്ക് പൂക്കളും മറ്റും വാങ്ങാനായി ഇങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. ഹാപ്പിയാണ്. എങ്ങനെയുണ്ട് ഓണം? ഓണം അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. നല്ല പർച്ചേസിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്രാവശ്യം നല്ല രീതിയിലാണ് ഓണം. സാധനങ്ങളൊക്കെ വാങ്ങിയോ? സാധനങ്ങൾ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. വില കുറച്ചും കൂടി അവൈലബിൾ ആണ്. കൂടുതൽ സാധനങ്ങൾ അവൈലബിൾ ആണ് കഴിഞ്ഞ പ്രാവശ്യത്തിനാണ് കേട്ടോ. നല്ലൊരു ഓണം. ഹാപ്പി ഓണം ആണ്. എല്ലാ ഓണായതിൻ്റെ ആ സന്തോഷമൊക്കെ ജനങ്ങളുടെ മുഖത്ത് വളരെ പ്രകടമാണ്. ഏതായാലും ഷമി ആമുഖത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ മലബാറിൻ്റെ ഓണത്തിന് അതൊരു പ്രത്യേകത തന്നെയുണ്ട്. അല്പം ഒരു ചിക്കൻ ബിരിയാണി ഇല്ലാതെ എന്ത് ഓണം എന്നാണ് പൊതുവെ ഈ മലബാറുകാർ നമ്മളൊക്കെ പറയാറുള്ളത്. അതിനുവേണ്ടി ഈ തെക്കോട്ടൊക്കെ സദ്യയൊക്കെ ആണെങ്കിൽ നാളെ ചിക്കൻ ബിരിയാണിയും, ഊണാണെങ്കിൽ ഊണിൻ്റെ കൂടെ മീനോ അല്ലെങ്കിൽ ചിക്കൻ വിഭവങ്ങളോ ബീഫോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നോൺ വെജ് ഉണ്ടാവുമെന്നാണ് ഈ മലബാർ മേഖലയുടെ ഏറ്റവും വലിയ ഓണത്തിൻ്റെ പ്രത്യേകത. അത് എങ്ങനെ വന്നു എന്ന കാര്യം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് ഓരോ ജോഗ്രഫി കാരണങ്ങളാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്. ചേട്ടാ, എങ്ങനെയുണ്ട് ഓണം? നല്ലതായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ തിരക്കും വീര്യങ്ങളൊക്കെയാണ് എല്ലാം നല്ല ഇതിൽ കേരളത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെന്നുള്ളതാണ് നമ്മുടെ. ഡ്രസ്സൊക്കെ വാങ്ങിയോ? ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും വാങ്ങി. നാളെയാണ് അതിൻ്റെ പരിപാടികൾ ബാക്കി. നല്ലൊരു സന്തോഷം. ഓണത്തിന്റെ സന്തോഷം തന്നെ. എങ്ങനെ വിലയൊക്കെ? എങ്ങനെ പൂവിൻ്റെ ഒക്കെ വില? നല്ല ഓണാഘോഷം അതുതന്നെയാണ് ഷമി. ഏതായാലും കോഴിക്കോടും അതുപോലെ തന്നെ മലബാർ മേഖലയും നാളെ തിരുവോണം വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുന്ന കാഴ്ചയാണ്. മഴ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് കച്ചവടക്കാർ ഇപ്പോൾ ഇവിടെയുള്ളത്. ഷമി, തീർച്ചയായും സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തും ഓണം
അടിപൊളിയായി ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് ജനങ്ങൾ. ഇന്ന് വൈകിട്ടോടു കൂടി തന്നെ ഓണത്തിന് വേണ്ട വിഭവങ്ങളൊക്കെ തന്നെ വീട്ടിലേക്ക് എത്തിക്കും. പിന്നീട് അത് ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വീട്ടമ്മമാർ. അത് റെഡിയാക്കി രാവിലെ വിഭവസമൃദ്ധമായ സദ്യയായി മാറും. തെക്കൻ കേരളത്തിൽ അത് വെജിറ്റേറിയൻ ആണെങ്കിൽ വടക്കൻ കേരളത്തിൽ അത് നോൺ വെജ് കൂടി ചേരുന്നതായിരിക്കും. എന്തായാലും മലയാളികളുടെ സന്തോഷം സമാധാനമൊക്കെ നിറഞ്ഞ ഒരു ഓണക്കാലം. ചേതന് ഓണാശംസകൾ.